ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ധന. ഇന്ന് നമ്മൾ നൊസ്റ്റാലജി അടുപ്പിക്കുന്ന ഒരു പലഹാരം ഉണ്ടാക്കിയാലോ, അതായത് നമ്മുടെ അരി കൊണ്ട് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ചോറ് വയ്ക്കണ അരിയാണ് എടുത്തേക്കണേ. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതേപോലെ ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ ഇത് റെഡി ആയിരിക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറിയ ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് ബാച്ചായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് സോഫ്റ്റായിട്ട് പൊടിക്കാൻ പാടില്ല. ഇത് കുറച്ച് തരിയോടെ കൂടെ, ഇതേപോലെ കുറച്ച് തരിയോടെ കൂടെ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ശർക്കര പാനി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളത്തിൽ 3 ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ളത്ര ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഉരുകിയ ശേഷം ഇതിലേക്ക് ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കാം. 2-3 ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കാം. 1 മൂടി തേങ്ങ ചിരവിയതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലൊന്ന് കുറുകി വരണം. ഈ തേങ്ങയൊക്കെ ശർക്കര പാനിയിൽ കിടന്ന് നല്ലപോലൊന്ന് കുറുകി വരണം. ഒരുപാട് കട്ടിയാവാൻ പാടില്ല, ലേശം ഒന്ന് കുറുകി വന്നാൽ മതി. ഇത് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച അരിയിലേക്ക് ഈ ശർക്കര പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. അറ്റ് എ ടൈം ഫുള്ളായി ചേർക്കാൻ പാടില്ല, ലേശമായിട്ട് ചേർത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം, കാരണം നല്ല ചൂടായിരിക്കും. മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ടൈമിൽ ലേശം നെയ്യ് കൂടെ ചേർക്കാം. നെയ്യ് ചേർക്കുമ്പോൾ നമ്മുടെ അരിയുണ്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവർ കിട്ടും. ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ബോൾസാക്കി നമുക്ക് എടുക്കാം. ഓരോരോ ബോൾസാക്കിയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അരിയുണ്ട റെഡി ആയിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിൻ്റെ അടുത്ത് ഇത് ഷെയറും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് പിന്നെ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.